ഫോണാണത്. ഇൻട്രോ എടുക്കണ മാറി വേണ്ട വേണ്ട ഇൻട്രോ ആ ലാസ്റ്റ് സൊറയും പറയും. ആ പറയ്. അസ്സലാമലൈക്കും, വെൽക്കം ടു ദി ലാസ്റ്റ് സൊറയും പറയും. പറയാൻ കിട്ടില്ല. അപ്പൊ ഇവിടെ തകൃതിയ പരിപാടികൾ നടക്കുന്നത്. അവിടെ ഐസക്കിന് കാണിച്ചു കൊടുക്ക്. ഇവിടെ ലൈറ്റ് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ കോളേജിലത്തെ അവസാനത്തെ നോമ്പ് തുറയാണ്. പണി നടക്കുമ്പോൾ അവിടെ ഗേൾസ് നമ്മുടെ ഫുൾ ഫുഡിന്റെ പണിയിൽ ഭയങ്കര ബിസിയാണ്. അപ്പോ എന്തുട്ടാണ് പറയാവുന്നത്? അപ്പൊ എല്ലാ കൊല്ലം നമ്മള് നടത്തി വരുന്ന പരിപാടിയാണ് നോമ്പ് തുറ. ഫസ്റ്റത്തെ വർഷം നമ്മ പ്രാഞ്ചിയുടെ സ്ഥലത്താണ് നടത്തിയത്. രണ്ടാമത്തെ ദിവസം ധ്യാന്റെ വീട്ടില്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ നടത്തിയിരിക്കുന്നത് കാണിക്കും പാർത്ഥിവും ഇവിടെ മൈക്ക് ശരിയാക്കും, ലൈറ്റ് ശരിയാക്കുന്നുണ്ട്. നമസ്കാരം. നന്നായിരിക്കും. ഇവിടെ കൊമ്പത്ത് കയറി നിൽക്കുന്നതാണ് അമിത്. നമ്മുടെ ക്ലാസ്സിലെ ആൾക്കാരുടെ എണ്ണം കൂടിയുണ്ട്, ഒത്തൊരുമ കൂടിയുണ്ടെന്ന് വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. ആകെ എത്ര 4 മുസ്ലിംസ് ഉള്ളോ? 4 മുസ്ലിംസ് ആണ് ഈ ക്ലാസ്സിലുള്ളത് മൊത്തം. അപ്പൊ അതിൽ കേൾക്കും അത് നോക്കട്ടെ. അതിലിരുന്ന് സംസാരിച്ചിരുന്നാ. ഇനി 12 മണി നമ്മൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് കാണാനുള്ളത് തിന്നാനുള്ള സാധനങ്ങൾ. അടുക്കളയിൽ കയറാം. അടുക്കളയിലാണ് ബാക്കി പരിപാടികൾ നടക്കുന്നത്. അടുക്കള എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ വർക്ക് ഏരിയയില് ആണ് ഇപ്രാവശ്യം പണികൾ നടത്തിയേക്കുന്നത്. നല്ല കാര്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മ ധ്യാന്റെ വീട്ടിൽ പോയിട്ട് ഈ റിഫാനും ടീമൊക്കെ ഇല്ലേ, ധ്യാന്റെ വീടിന്റെ ഉള്ളില് ഫുൾ കച്ചറാക്കിട്ട് പിന്നെ കച്ചറാക്കിട്ടിട്ട് ഇപ്രാവശ്യം നല്ലൊരു പരിപാടിയാണ് ഇവര് ചെയ്തേക്കുന്നത്. എല്ലാവരും ഹായ് പറയൂ. ഇവിടെ ഫ്രൂട്ട്സ് ആയിട്ട് തണ്ണിമത്തനുണ്ട്, സിട്രസ് ഉണ്ട്, പിന്നെ നോമ്പ് സ്പെഷ്യൽ മൊഹബത്ത് ക സർബത്ത് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡെൽസയും ഞാനാണ് മെയിൻ ഷെഫ്സ്. ഇതില് തണ്ണിമത്തൻ, ആപ്പിള്, പാല്, പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, പിന്നെ നമ്മുടെ റോസ് സിറപ്പ് ഒഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ഫൈനൽ ടച്ചാണ്. പിന്നെ നമ്മുടെ മറ്റേ ചിയ സീഡ് അല്ലല്ലോ, കസ്കസും ഒഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. കഷ്ടപ്പെട്ട് ആകെ 2 പേര് മാത്രമാണ് പണിയെടുക്കണമെന്നാണ് പറയണത്. ബാക്കി എല്ലാരും നോക്കി. അത് ക്യാമറ വന്നേക്കാൻ മുന്നേ നമ്മൾ എല്ലാരും ഒരുമിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടിരിക്കുന്നു. ആകെ നോമ്പുള്ളത് എനിക്കാ. നോമ്പുണ്ടോ? പിന്നെ നോമ്പെന്ന് പറയുമ്പോ രാവിലെ തൊട്ട് കഴിക്കാണ്ടിരിക്കണം. ആകെ നോമ്പുള്ള കുറച്ച് പേരുള്ള, പക്ഷെ ഞങ്ങൾക്ക് നോമ്പുണ്ടെങ്കിലും ഇവിടെ പണിയെടുക്കാൻ വേണ്ടി 100 പേരുണ്ട്. അമിത് എന്തെങ്കിലും പറയൂ. പണിയാണ് എന്റെ ജീവിതം. ഞങ്ങൾ ക്ലാസ്സിലത്തെ ഏറ്റവും വലിയ ബംഗാളിയാണ് ഈ നിൽക്കുന്നത്. എന്ത് പണിയുണ്ടെങ്കിലും വിളിച്ചാൽ മതി. നമ്പർ കൊടുക്കണം. ഡിസ്ക്രിപ്ഷനിൽ 95 39 71 73 82 നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് ഏത് സമയത്തും ഏത് പാതിരാത്രി വിളിച്ചാലും അമിത് വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ ഇന്ന് നോമ്പ് തുറ മാത്രമല്ല, ഇന്ന് നമ്മുടെ ക്ലാസ്സിലുള്ള മൈക്കോണായി തരാം. ഭംഗി നിന്റെ ഭംഗി ആരും നോക്കാൻ വരുന്നില്ല. അത് നീ വ്ളോഗി നിൽക്കണ്ട. ഗ്ലാഡിനെ പറ്റി പറ. പിന്നെ സീന് പറയ്. അപ്പൊ ഇന്ന് നമ്മളെ ആരാണ് പറഞ്ഞോടുക്ക്? എടാ നിന്റെ മറ്റേ ഭാഷയില് പറയ്. നീ ഭയങ്കര സാഹിത്യമൊക്കെ എഴുതുന്ന ആളല്ലേ. പറയ്. ഗ്ലാഡിനെ പറ്റി പറ. ബർത്ത്ഡേ മൈക്കാണ് പറഞ്ഞോ. പറയ്. ഗ്ലാഡ്വിന്റെ ബർത്ത്ഡേ. റോളിംഗ് പറഞ്ഞോ. നീ പറയണ്ട. നീ അവന്റെ കൂടെ ഗ്ലാഡിനെ പറ്റി പറയാണെങ്കിൽ അപ്പൊ ഗ്ലാഡിനെ പറ്റി 2 വാക്ക് പറയാൻ വേണ്ടിട്ട് വേദിയിലേക്ക് പാർത്ഥിവിനെ ക്ഷണിക്കുന്നു. അപ്പോ ഇന്ന് പാർത്ഥിവിന്റെ അല്ല ഗ്ലാഡിന്റെ ബർത്ത്ഡേ ആണ്. ഗ്ലാഡിന്റെ ബർത്ത്ഡേ നമ്മ സർപ്രൈസ്. അപ്പൊ ഇന്ന് വെറും ഒരു നോമ്പ് തുറ മാത്രമല്ല, നമ്മുടെ ഐസക് പറഞ്ഞ പോലെ ലോഹയ്ക്കുള്ള കലാകാരനായ നമ്മുടെ ഗ്ലാഡ്വിൻ ബ്രദറിന്റെ ജന്മദിനം കൂടിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു. കുറച്ച് പേരോട് വരാനുണ്ട്. ഇതിന്റെ മെയിൻ കോർഡിനേറ്ററായ അദിനാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദിനാൻ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്.
അടുത്തതായി ഇവിടെ കുറച്ച് ടീംസ് ഒരു പണി എടുക്കാണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവരെ കാണാം. വെറുതെ ഇരുന്ന് വിയർക്കുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെറുതെ ഇരുന്ന് വിയർക്കുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവസാനത്തെ ഇഫ്താറാണ്, അടിപൊളിയാവണം ഇതൊക്കെ പറയുള്ളൂ. എല്ലാവരും കൂടിയിട്ട് ഇനി ഒരു പരിപാടി നടത്താൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഉള്ള പരിപാടി അടിപൊളിയാക്കാം. അടുത്തതായി നമ്മൾ ഇഫ്താർ പാർട്ടിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് 1 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത അപ്പുറത്ത് കിടക്കണം ഡയാന. എന്താണ് ഒരു എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നേക്കാണ്. എന്ത് കാരണം പറയും? വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. വീട്ടിലാരും ഉണ്ടായില്ല, അപ്പൊ കിടന്നുറങ്ങി. അല്ല, വീട്ടിലാരെങ്കിലും വന്നിട്ട് എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ. അപ്പൊ മമ്മി വന്നിട്ടിന് ശേഷം വന്നത്. അത്രേ ഉള്ളൂ. മമ്മി എപ്പോഴാ വന്നേ? 2 മണിക്കൂർ കുറച്ച് പണികളൊക്കെ ഇല്ലേ? വീട്ടിലാരും ഇല്ലല്ലോ, അപ്പൊ ഇങ്ങോട്ട് വന്നൂടെ? പറ്റില്ല, പൂട്ടിട്ട് കാര്യം എന്താ വെച്ചാല് ഇവിടുത്തെ പണികൾ മൊത്തം കഴിഞ്ഞപ്പോഴാണ് ഒരാളും കൂടെ എഴുന്നള്ളി. ചോദിച്ചോക്ക്, ഇനി വല്ല പണി ബാക്കിണ്ടാ? ഇനിയുണ്ടല്ലോ വരാൻ ആൾക്കാര്. ഇവിടുന്ന് കാണിക്കും. ഇതാണ് നമ്മുടെ ക്ലാസ്സിലത്തെ പിള്ളേര് ചെയ്തു വെച്ചേക്കുന്ന പരിപാടി. എനിക്ക് നോമ്പായതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, കാരണം എനിക്ക് നോമ്പാണല്ലോ, അപ്പോൾ വയ്യ, ക്ഷീണം. അതുകൊണ്ട് നമ്മളെ ക്ലാസ്സിലത്തെ പിള്ളേർ തകൃതിയെ എല്ലാ പണികളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിന്റെ മെയിൻ കോർഡിനേറ്റർ ഇതുവരെ എത്തിയിട്ടില്ല. ഇതെങ്ങനെ യോജിപ്പിക്കത്? പറഞ്ഞോ, എന്ത് പറയാൻ? ഇന്ന് പോടോ, ഈ ക്യാമറമാനെ മാറ്റാതി. ക്യാമറ പിടിച്ച് പണി എടുക്കാണ്ട് ഓരോരുത്തന്മാര് ഇറങ്ങിക്കോളൂ. ഒരു പണി എടുത്തുവിടറാ. ഞാൻ എനിക്ക് നോമ്പല്ലടാ. അപ്പൊ അവനോ ക്യാമറമാൻ പണിയെടുക്കാറില്ല. കുറച്ചേരം പണിയെടുക്കട്ടെ, പണിയെടുത്തേണ്ടി വരാം. ഇതാ അടുത്ത ഒരാള് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ട്. പണി എടുക്കാൻ മടിയുള്ളവരാണ് നേരം വൈകി വരാം. അതിലെന്താണ് പറയാനുള്ളത്? ഞാൻ പണിയെടുക്കാൻ മടിയൊന്നുമില്ല. ഇതെന്താ പണി മൊത്തം കഴിഞ്ഞ് ഇപ്പോഴാണ് വരണേ? എത്ര മണിക്ക് വരാൻ പറഞ്ഞേ? 1 മണി. ഇപ്പൊ എത്ര മണി നോക്കിയ? 6 മണിക്ക് വന്നിരിക്കണ. 1 മണി എന്ന് പറഞ്ഞിട്ട് 6 മണിക്ക്. നിന്റെ പാട്ടാണത്? ഓ, നകുലിന്റെ പാട്ട്. അപ്പൊ നകുലിന്റെ പാട്ടാണ് ഇപ്പൊ ഇവിടെ. അതിൽ കേൾക്കൂലടാ. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് വീഡിയോയിൽ നകുലിന് ഇട്ട് കൊടുക്കാം. നീ ഒന്ന് വെറുതെ വണ്ടി ഓടിച്ചിട്ട് വരോ? അപ്പൊ നിനക്ക് എൻട്രി പോലെ ഇട്ടരാ. ഒന്നുകൂടി വെക്കടാ പാട്ട്. നാക്കുൾ ഓൺ ഫയർ, ആ പവർ ഒന്ന് പാര്. പുഷപ്പ് ചെയ്യും ജൂനിയർ ഗേൾസിന്റെ മുന്നിൽ സ്റ്റൈലിൽ കിങ്. രാത്രി ഫുൾ ഫിറ്റ് ഗ്ലാസിൽ ഓൺ ഉണ്ടേലും അവൻ ഒരു സിംഹം. കരാട്ടി ബ്ലാക്ക് ബെൽറ്റ് കൈവച്ചാൽ താക്രും അവൻ ഡേഞ്ചർ സോൺ. മാസ്റ്റർ ഡിസൈനർ ഗ്രാഫിക്സിൽ മായ ജാലം അവൻ ഒരു ഡോൺ. നാക്കുളിന്റെ കൂടെ അമിത്തുണ്ട് ബെസ്റ്റ് കോമ്പിനേഷൻ. ആ പവർ പാര്, ആ സ്റ്റൈൽ പാര്. നമ്മ ഇപ്പൊ കണ്ടത് നകുലിന്റെ മാസ് എൻട്രി ആണ്. എങ്ങനെയുണ്ടായി എൻട്രി? വളരെ അടിപൊളിയായിരുന്നു. നകുലിന്റെ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മളെ സ്വന്തം പാർട്ടി തന്നെയാണ്. എൻ്റെ വീട്ടിലേക്ക് ഇഫ്താറിന് വന്ന എല്ലാവർക്കും എൻ്റെ വക വലിയൊരു ബിഗ് താങ്ക് യു. എനിക്ക് ഇവിടെ നടത്താൻ പറ്റില്ല, വളരെ വലിയ സന്തോഷമുണ്ട്. അടുത്ത ലേറ്റ് കമ്മേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗ്രാവിറ്റി സൊല്യൂഷനിൽ വർക്ക് ചെയ്യുന്ന മരിയുണ്ട്. അടുത്തത് ഇങ്ങോട്ട്. അടുത്തത് ലേറ്റ് കമ്മർ ആൻഡ് പോൾ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അലീന പോളി. അതെ, ലേറ്റ് ആവെന്തായാലും ലേറ്റസ്റ്റ് ആവരെന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങൾ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവരായിരിക്കും ഏറ്റവും ലാസ്റ്റ് എന്ന്. അല്ല, ഇനിയുമുണ്ട് 2 പേര്. നമുക്ക് കാത്തിരുന്ന് കാണുക ആരാ വരാന്ന്. ഓക്കെ, പറയട്ടെ. ലാസ്റ്റ് നോമ്പ് തുറ. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൃശ്ശൂർ വിടുകയാണ് ഗൈസ്. അയ്യോ, എന്താ പറയണ്ടത്? ലേറ്റായി വന്ന 2 പേര് എത്തിയിട്ടുണ്ട്. അനന്യയും ഐശു. ഇലക്ട്രീഷ്യൻ പണിക്ക് നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കിയിട്ടില്ല. അത് നമ്മളുടെ ആൾക്കാർ തന്നെ ചെയ്യൂട്ടോ. അതിനാൻ എവിടെയാണ്? അതിനാൻ നമുക്കുള്ള ഫുഡുമായി എത്തുന്നതാണ്. ഗ്യാസ് ഇല്ലാത്തതിന്റെ പേരിൽ അതിനാൻ വീട്ടിൽ കുക്ക് ചെയ്യാണ്. വിറകടി കൂട്ടി ഓ മൈ ഗോഡ്. ഇപ്പൊ ഇളക്കി കഴിഞ്ഞ് കൊണ്ടുവരുവാൻ. നോമ്പിന് ബാങ്ക് കൊടുക്കണേക്കാൾ മുന്നേ അതിനാൻ എത്തുമോ? തീർച്ചയായും സെക്കൻഡ്സുകൾ ബാക്കി നിൽക്കുക അതിനാ പറഞ്ഞെത്തുന്നതായിരിക്കും. ഞാനെത്തോ ജസാടെ? അതിനാൽ എത്തേണ്ടതാണ്. അവൻ വിറക് കൊണ്ടുപോയിട്ട് 6:20 എപ്പെത്തും? 7 മണിയാകുമ്പോ എത്തില്ലേ? അങ്ങനൊന്നുമില്ല, 7 മണിക്ക് തുറക്കാൻ പറ്റുള്ളൂ. തദ്ദിയാന ഈത്തപ്പണ്ട് നമുക്ക് നോമ്പ് തുറക്കാം. ഇത് നമ്മൾ വ്ളോഗിൽ കൂട്ടുന്നതല്ലട്ടാ. അതിനാൽ എത്തുമായിരിക്കും. നമുക്കുള്ള ഭക്ഷണമൊക്കെ വേണ്ടതായ കാരണം അവൻ എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി കുറച്ച് ASMR.
ഇത് പൊട്ടിയാലേ മൊത്തം സീരീസാ ഒന്ന് പോയാലും പോയി സീരീസ് പൊട്ടുന്നേ. കാർപ്പറ്റില്ലേ അതിനാൻ്റെ ഓ അത് അതിനാൻ എല്ലാ അതിനാൻ്റെ വലിയ മാസില് നടക്കണം എന്നാണ് വിചാരം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അയ്യോ ലിഫ്റ്റ് കിട്ടില്ലല്ലോ, അയ്യോ ഫോണിൽ ഓർഡർ ചെയ്യാം. അപ്പൊ അതിനാണ് ഈ 3 കൊല്ലമായിട്ടും നോമ്പ് തുറ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പറയാനുള്ളത്? ഇത് എൻ്റെ ഭയങ്കര സ്ട്രോങ് ആയ ഇടപെടൽ കാരണം നല്ല ഭംഗിയായി വൃത്തിയായി കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇപ്രാവശ്യവും നല്ല ഗംഭീരമായി തന്നെ നടത്താനാണ് എൻ്റെ തീരുമാനം. അപ്പൊ ഫുഡൊക്കെ തിന്നെ, ഫുഡ് ഇറക്കാം. വെയിറ്റ് കുറഞ്ഞ് എടുക്കണം. എടാ അഭിഷേക് സീനില്ല. എന്തുന്നാടാ ഇവൻ അച്ചാറിട്ട് കാലട്ട് ഇപ്പോഴൊക്കെ കാണുന്നു നോക്കുന്നു. ഓ ഇത് വലിയ മാറ്റാലോ. എത്ര ഉണ്ട്? 2 ഇതെങ്ങനെ കയറ്റിയ നീ? അതൊക്കെ കയറ്റി പിന്നെ അമ്മ വലിയൊരു പരിപാടി ആയിട്ട് എടുത്താ അറിയാലോ. പിടിച്ചറോ എന്നാ വിരിക്കടാ. എല്ലാരും ചേച്ചിക്കുണ്ട്. കൊറേ പണിയെടുത്ത് വിഷമിച്ചു. ഒരു പണിയെടുക്കാത്ത കൊറേ പേരുണ്ട്. അലീന സ്പോട്ടില് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവര് പറയണത് അലീന പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പണിയെടുക്കാൻ മടിയായിട്ട് നേരം വൈകി വന്നതാണ്. അല്ല, ഞങ്ങൾ മരിയക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. മരിയ പാവ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ലേറ്റ് ആയി. ഒരുമിച്ചല്ലേ വരണ്ട, അതുകൊണ്ടാ. വലിച്ചാ മതി, എല്ലാരും അങ്ങോട്ട് വലിച്ചാ മതി, കൊണ്ടുപോയാ മതി. ബാങ്ക് കൊടുത്ത് ഇത് കണ്ടില്ലേ പകുതി പുറത്താ. അടുത്ത പരിപാടി ഇഫ്താറിന്റെ ഫസ്റ്റ് റൗണ്ട് ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ച്വലി 2 റൗണ്ടും കൂടി ഉണ്ട്. അതില് ഒരു ബിരിയാണി റൗണ്ടും ഉണ്ട്, പിന്നെ ഒരു സർപ്രൈസ് റൗണ്ടും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഞാനും ഒരു കേക്ക് വാങ്ങി, തെറ്റിയിട്ട് ഐസൊക്കെ ഒരു കേക്ക് വാങ്ങി. അപ്പോൾ മൊത്തം 2 കേക്കാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒപ്പന കളിക്കാൻ പോവാണ്. പിന്നെ അങ്ങോട്ട് ഒന്നും കേൾക്കൊന്നുമില്ല. പ്ലാൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. എന്തുട്ടാണ് ഇപ്പൊ കൊടുക്കണേ? ആരാണ് ഈ മണ്ടത്തരം കടിച്ചത്? കണ്ടിട്ടില്ല. മിഥുനെ പോയിട്ട് പറ എടുക്കല്ലേന്ന്. വേറെ പ്ലാൻ നടന്നുകൊടുക്കുമ്പോ അപ്പോൾ പ്ലാൻ ഇപ്പൊ തന്നെ മൂഞ്ചി പണി തേങ്ങ. അപ്പോൾ പ്ലാൻ എന്താന്ന് വെച്ചാല് നമ്മളവിടെ ഒപ്പന കളിക്കാൻ പോകും. ഇല്ല, കേക്ക് തിരിച്ചു പോയി. ഗ്ലാഡ്വിൻ കണ്ടില്ല. ബാക്കി ആൽഫ്രീൻ ബുദ്ധി കൂടിയതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചെയ്തൊരു പണിയാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഒപ്പന കളിക്കാൻ പോകണം. ഒപ്പന കളിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി കളിക്കും. ഒപ്പന കളിച്ചിട്ട് ഗ്ലാഡ്വിൻ നമ്മൾ മണവാളനായിട്ട് ഇരുത്താൻ പോണത്.
അങ്ങനെ മണവാളായിട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. ചുറ്റിക്കോ വേറെ ബിരിയാണി തക്കാരം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിലത്തെ ബ്രദർ ഗ്ലാഡിൻ ബ്രദറിന് ബർത്ത്ഡേ കേക്ക് ഉണ്ടാവും. ഒപ്പനയുടെ ഇടയിൽ ബർത്ത്ഡേ കേക്ക്. എവിടെ പണിയുണ്ടെങ്കിലും മുൻ നിരയിൽ തന്നെ ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ് ഈ കാണുന്നത്. പൊട്ടിക്കട്ടെ? എന്താണ് എടാ വേറെ ലൈൻ നിൽക്കട്ടെ. പിന്നെ അങ്ങനെ രണ്ടു കൂടെ നിൽക്കുവോ? എടാ ഈ ബൈക്കൊന്ന് മാറ്റിയടാ ധ്യാനെ. എടാ അല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം ഒന്ന് മാറ്റി. അവസാനത്തെ നോമ്പുതുറയാണ് CS ഡിപ്പാർട്ട്മെന്റിന്റെ വകയുള്ള ഞങ്ങളുടെ അവസാനത്തെ നോമ്പുതുറ. ഒരു സെക്ഷൻ റൗണ്ട് കഴിഞ്ഞു. ഞങ്ങൾ സെക്കൻഡ് സെക്ഷനിലേക്ക് വെയിറ്റിംഗ് ആണ്. അതിന് കൂടെ തന്നെ ഒരു സർപ്രൈസ് ഉണ്ടെന്നുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനും വേണ്ടി പക്ക വെയിറ്റിംഗ് ആണ്. അത് രസമുണ്ട്. മെഹ്റാജ് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് ബാക്ക് തിരിഞ്ഞപ്പോ ദേ വരുന്നു സർപ്രൈസ് പൊട്ടിക്കാനായിട്ട് ഒരാൾ. അതാണ് അവിടെ 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 സഹായിക്കാൻ പറ്റുള്ളൂ. 8 പോട്ടാ. എന്തോ പോസ്റ്ററിനായിട്ട് എന്തോ ഒരു ആത്മബന്ധത്തിലാണ് രാഹുൽ ഇവിടെ നിൽക്കുന്നത്. എന്താണ് പോസ്റ്റർമെന്ന് കൈയെടുക്കാൻ തോന്നുന്നില്ലേ? എല്ലാരും വിളിച്ച് നിർത്തോടാ വെജാരാ വേഗാവട്ടെ. ചോർ 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 വേമ്പാ അപ്പുറത്ത് കൂടെ ഫസ്റ്റത്തെ ആൾക്ക് മാത്രം വീഡിയോക്ക് വേണ്ടി കിടന്നു. എനിക്കൊന്നും പറയാനില്ല പോടാ. ഇതാ നമ്മുടെ ഐസക്കിന്റെ ഉന്നത വിളമ്പൽ. പ്രൊഫഷണലിസം. നമുക്കിവിടെ കോളിഫ്ലവർ കറി, പിന്നെ സാധാ ബിരിയാണി. എന്താണ് ചോദ്യം? എന്തിന്റെ ചോദ്യം? ചോദ്യം എന്തിന്റെ ചോദ്യം? വിഭവങ്ങളുടെ പേരൊക്കെ ഒന്ന് പറ. ഇത് ബിരിയാണിയാണ്. കൂടുതൽ വാർത്ത, ഇപ്പോഴത്തെ വാർത്ത, എല്ലാവരും സർലാസിന് പകരം വാട്ടർമെലൻ ജ്യൂസ്, ബത്തക്ക ജ്യൂസാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയണ്ടേ? എന്നിട്ടാണ് നമ്മള് ഇപ്പൊ നടന്നു പറയാൻ അറിയില്ല. ഇത് ഇടണ്ടോ, ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ കഴിക്കാൻ പോവാ. എന്ത് കഷ്ട. എനിക്കിത് എല്ലാരും കണ്ടിട്ട് പറ്റില്ല. എനിക്കിത് പറ്റില്ല. ഇവരുടെ അടുത്ത് ചോദിച്ചോ? വേണമെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിച്ചോ. നമ്മളൊരു 4 മണിക്കാ വന്നേ. പിന്നെ എനിക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ വെജാണ്. അപ്പൊ ചോറല്ല ബിരിയാണിയും ഗോപിയാണ്. പിന്നെ കഴിക്കാൻ പോവാ. നോമ്പ് സൂപ്പറായിട്ടുണ്ട്. നല്ല ഫുഡ്. ഫുഡായിട്ടുള്ളത് സർലാസ്, ബിരിയാണി, ചിക്കൻ, പിന്നെ ഡെസേർട്ടിനായിട്ട് പൈനാപ്പിൾസ് ഉണ്ട്. പിന്നെ ഇവിടെ ഓറഞ്ച്. ഇവനിത് ഇവിടെ നീ വെച്ച് ടീമായിരുന്നു അല്ലേ? അസ്സലാമലൈക്കും. നൈസ് ഫുഡ്. നല്ല രസമുണ്ട്. റൈസ് കൊള്ളാം, കറി കൊള്ളാം, വെള്ളം കൊള്ളാം, ഇഫ്താറും കൊള്ളാം. ഫുഡിനെ കുറിച്ചല്ലേ പറഞ്ഞേ? നല്ല രസമുണ്ട്. ഇഫ്താറാ നല്ല രസമുണ്ട്. നല്ല അറേഞ്ച്മെന്റ്. നല്ല പ്ലാനിങ്ങിൽ അതിനാൽ നടത്തി. എന്നിട്ട് പറയാ ഡെക്കറേഷനൊക്കെ അതിന് തന്നെയാണോ ഐഡിയ? ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ അതൊക്കെ നല്ല രസമുണ്ട്. നമ്മൾ പരിപാടിയിൽ കടക്കാൻ പോവാണ്. നമ്മ ഗ്ലാഡ്വിനെ മണവാളനാക്കിയിട്ട് നമ്മൾ പരിപാടി അതിൻ്റെ ഇടയിലാണ് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോണത്.
ഈ അവസാനത്തെ 2 ആഴ്ചയും കൂടി അന്നേരത്തെ പഠിപ്പിച്ച നമ്മുടെ എല്ലാ ടീച്ചേഴ്സ് ഫസ്റ്റ് ഇയർ അവർക്ക് ക്ലാസ് ഒക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ എന്താ പറയാനുള്ള പ്ലാനിങ് സക്സസ് ആയ എന്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ ഇത്രയും വലിയ സർപ്രൈസ് ആയിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്ര വർഷങ്ങളിൽ. താങ്ക് യു സോ മച്ച്. ഇത് പീസ് ചെയ്യണം. ഏറ്റവും വലിയ ഇഫ്താർ പാർട്ടിയുടെ ആദ്യത്തെ പരിപാടി തുടങ്ങിയത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ ആസ്ഥാന ഗായകൻ രാഹുൽജിയുടെ ഒരു നാളമായി അരികിലെ ഒരു മന്ദാരമായി വിടരുമീ ചിലവരുടെ വിഷമം കാണാൻ പറ്റില്ല. പാട്ട് പാടിയ രാഹുലിന് എന്റെ വക പെരുന്നാൾ പൈസ. ശാസ്ത്രീയ സംഗീതം പഠിച്ച അമിത്തിന്റെ ഒരു 4 പാട്ട്. അറിയണ പാട്ട് പാടിയാ ഒരു കുഴപ്പമില്ല. പിടി ലിറിക്സ് വേണം. മ്യൂസിക് ബോക്സ് വേണം. താളം പിടിക്കാൻ സംഗീതം ശ്രുതി പിടിക്കും. മലക്കാവിൽ പൂരം കാണാം നമ്മൾ പോയി അല്ല ഇന്നത്തെ പഠിച്ചത് പ്രദക്ഷിണ വീതി ഹൃദയ സംഗമത്തിൻ ശിവലികൾ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുന്നിൽ പാടുവതു
ഇറങ്ങിപ്പോ പാർത്ഥിവിന്റെ അമിട്ട് നമ്മുടെ പാർത്ഥിവിനെ ഓപ്പണെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. പാട്ട് പാടിക്കോ. പാട്ട് പാടിക്കോ. എനിക്ക് പറ്റി പാട്ട് ഒരു വാക്കും കൊതിക്കുന്നു ഞാൻ നിന്നെ ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ പ്രഭാതം വിടരും നേരം ഇതെന്താ പൊള്ളിച്ച് പറഞ്ഞ പോലെ ശീലായി പോയി.
എപ്പോഴും പരിപാടി ഓണാക്കുന്ന ഒരാള് ഇവിടെ സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അടുത്തതായി ഐസക്കിനെ രോമാഞ്ചകഞ്ചുകമായ ഐസക്കിന്റെ അതെ 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 ശരിയാ. ഇല്ല അവരോട് ഒന്നാമതി അവൻ പാടിക്കോളൂ, നീ പാടിക്കോ. അത് കുഴപ്പമില്ല, അവൻ പാടും. നിന്റെ സൗണ്ട് ഇല്ലാത്ത പാട്ട വേണ്ട. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? പണ്ടത്തെ പാട്ടോടും ഒരു മൺവീണയാണ് എന്റെ മാനസം. എന്നോടിന്നു മിണ്ടാത്തതെന്താണ്? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി മുന്നിൽ മിന്നി വന്ന കവിതേ. സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പാവം പാർട്ടി വിഷമിച്ചിരിക്കുന്നു. ക്ഷീണം കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ഐസക്. ആ പൂവ് പാടാറുണ്ട്. ഐഷു പറഞ്ഞു. ഗ്രൂപ്പില് പോലും വോയിസ് ഇടില്ല. അങ്ങനത്തെ സൗണ്ട്. ആയിരം താരകൾ പൂത്തുവെന്ന് എന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന് തോന്നലായി കണ്ടിട്ട് പോരാനായി തൊട്ടപ്പോൾ ആത്മാവിൽ നിറഞ്ഞു പൂപോലെ വിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമല്ല കള്ളത്തരങ്ങളുടെ കൊല്ലയറ കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല ആരിലാഴി മിന്നൽവള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാരിലാഴി നീ
മൈക്ക് അടുത്തതായി വോയിസ് മെസ്സേജിലൂടെ പോലും ശബ്ദം വെളിപ്പെടുത്താത്ത 4 വർഷമായിട്ട് ഒരു മിക്കിന്റെ വോയിസ് മെസ്സേജ് പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അടുത്തതായി വരാൻ പോകുന്നു അത് കുഴപ്പമില്ല. ഇത് 200 രൂപയുടെ പോലത്തെ അല്ല, ഇത് 500 രൂപയുടെ പാട്ടാ. രണ്ടും പോയി. ഒന്നാം മല കയറി പോകേണ്ട അവിടെ നിന്നും തലയും കുത്തി ചാടേണ്ട, രണ്ടാം തണ്ടിലേറി പോകേണ്ട അവിടെ നിന്ന് തലയും കുത്തി ഒന്നാം മല കയറി ഹിന്ദി പാട്ട് പാടാം. ഹിന്ദി പാട്ട് പഠിക്കും. ഹിന്ദി ഒന്നും എനിക്ക് വായിക്കാം. ഹിന്ദി പാട്ട് പാടാൻ വായിക്കാൻ കിട്ടുന്നില്ല. വന്ന് ഒന്നാം മല കയറി പോകേണ്ട അവിടെ നിന്ന് തലം കുത്തി ചാടേണ്ട, രണ്ടാം തണ്ടി കയറി പോകേണ്ട അവിടെ നിന്ന് തലം കുത്തി ചാടേണ്ട, പിന്നില്ല 3 നകുല്ല നമ്മ വിളിക്കുകയാണ്. പരിപാടി ബമ്പർ സമ്മാനം കൂടെ പാട്.
ഡാൻസ് കളിക്കില്ല, പാട്ട് വെക്കണം. ആ സ്പീക്കറിൽ എടുത്തു ഏതേലൊക്കെ എടുത്തിട്ടോ നിന്റെ വലിയ സ്പീക്കർ പാടി കളിക്ക്. കയ്യിൽ നാനും കൂടും നേരം വിട്ടു ചെല്ലാതെ കണ്ണേ കണ്ണേ നീളും കാലം വേണ്ടും പൂവേ കാതൽ പൂക്കും പൂവേ സാരൽ വീസീരം என்னை கொஞ்சம் மழையில் உன் வாசம் கெஞ்சும் நெஞ்சம் உன்னை கெஞ்சும் புலரும் காலை வேண்டாம் இரவின் குளிர என்னை கொல்லாதே അമിത് ജോസ് പെരേര. അങ്ങനെ പരിപാടി അവസാനിക്കാനായി. ആൻഡ് ലാസ്റ്റ് ഐസ്ക്രീം ബൈ ഗ്ലാഡ്വിൻ. നിങ്ങൾ പറഞ്ഞു അങ്ങനെ നമ്മുടെ ബിടെക്കിലെ അവസാനത്തെ പരിപാടി കഴിഞ്ഞു. ഇത്രയും നന്നായി ഓർഗനൈസ് ചെയ്ത് പരിപാടി നടത്തിയ അദനാനും, പുഡിംഗ് ഉണ്ടാക്കി തന്ന റിഫാനിക്കും, ഐസ്ക്രീം തന്ന ഗ്ലാഡ്വിനും, ഈ പണിയെടുത്ത എല്ലാ പിള്ളേർക്കും നന്ദി, നമസ്കാരം. വീഡിയോ എടുക്കുന്ന മിഹ്റാജ് ഫ്രാൻസിസ്, ബാക്കിയുള്ളവർക്കും ഡാൻസ് കളിച്ച് 500 രൂപ കിട്ടി അമിത്തിനും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.